ചേരുന്നത് ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. രാധാകൃഷ്ണൻ, താങ്കൾ CPIയുടെ ഒരു പ്രവർത്തകനല്ലേ? അതെ 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 അതെ. എങ്ങനെ താങ്കളുടെ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? താങ്കളുടെ പാർട്ടിയെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയവും നിങ്ങൾ നിലപാടുകൾ പ്രതിഷേധമൊക്കെ ഉയർത്തും, എന്നിട്ട് എല്ലാത്തിനും വഴങ്ങും, അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരല്ല എന്ന്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഉറച്ചു നിൽക്കുകയാണ്. അവസാനം ഇത് എങ്ങനെയാവും? അതിന് വ്യക്തമായൊരു കാരണമുണ്ടല്ലോ ശ്രീ കിരൺ. നിങ്ങൾ മനസ്സിലാക്കണം, CPI പണ്ടും നമ്മുടെ സാഹചര്യം കൊണ്ട് പല കാര്യങ്ങളിലും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ആശയത്തിന്റെ പേരിലോ ഒരു രാജ്യത്തെയോ ഒരു യുവാക്കളെയോ വിദ്യാഭ്യാസത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിലല്ല CPM-മായി CPI കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത്. തികച്ചും നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രശ്നങ്ങളില്ലാത്ത, ആർക്കും ദോഷമില്ലാത്ത വിഷയങ്ങളിലേ ഞങ്ങൾ പിന്നോട്ട് പോയിട്ടുള്ളൂ. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആയിരങ്ങൾ നമ്മുടെ ഈ രാജ്യത്തെ ചിന്തിക്കുക. ഇന്ന് ആശയമുള്ള പാർട്ടി CPI മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. താഴെത്തട്ടിൽ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ, ഞങ്ങൾ താഴെത്തട്ടിലൊക്കെ പ്രവർത്തിക്കുന്നവരാ, അവരെല്ലാം പറയുന്നു CPI ഈ സ്റ്റാൻഡിൽ നിൽക്കണം. CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതിൽ നയപരമായ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിൽ എങ്ങനെ ഈ DYFI ഒക്കെ നാളെ ചെറുപ്പക്കാരെ അഭിമുഖീകരിക്കും? SFI നാളെ എങ്ങനെ? വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാ, പഴയതുപോലത്തെ ചെറുപ്പക്കാരല്ല ഇപ്പോൾ. ഇവരെ എങ്ങനെ അഭിമുഖീകരിക്കും? നാളെ പൗരത്വ ബില്ല് അംഗീകരിക്കേണ്ടി വരില്ലേ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിദേശത്ത് പണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ വിദേശത്ത് പോകാൻ നാളെ CPM പറയേണ്ട സാഹചര്യത്തിലേക്ക് ഈ സമ്മർദ്ദത്തിലാഴ്ത്തി കഴിഞ്ഞു BJP. അതിൽ BJP CPM-നെ സമ്മർദ്ദത്തിലാഴ്ത്തി അവരുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം നാളെ എങ്ങനെ ഇന്ത്യയിൽ ശബ്ദമുയർത്തും? ശ്രീ കിരൺ, നിങ്ങൾ പറയൂ, ആത്മാർത്ഥമായി പറയൂ. ഈ ഞങ്ങൾ സാധാരണ പ്രവർത്തകരാണ് പറയുന്നത്. CPM നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഈ തീരുമാനം പിൻവലിക്കണം. ഈ തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ഇടതുപക്ഷം ബംഗാളിലെ പോലെ അധപതനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇടതുപക്ഷം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സിലത് CPI മാത്രമേ കാണൂ. CPI ഭരണം പോയാലും വേണ്ടില്ല. CPI പ്രസ്ഥാനം 10 വർഷമായിട്ട് കേരളത്തില് UDF ഇല്ലല്ലോ, UDF-ന് ഭരണമില്ലെന്ന് പറഞ്ഞ് UDF ഇല്ലേ കേരളത്തില്? ഇവിടെ ഈ ഭരണം പോയാലും CPI ആർജവത്തോടെ നിൽക്കണം. CPM ചവറ്റുകൊട്ടയിലേക്ക് മാറും. CPI യഥാർത്ഥ പാർട്ടി, മാതൃ പാർട്ടി CPI ആണല്ലോ. CPI-യിൽ നിന്ന് പോയി അവര് സാങ്കേതികമായി ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് CPM വലുതായെങ്കിലും മാതൃ പാർട്ടിയാണ് CPI. CPI നിലനിൽക്കും. അരിവാൾ ചുറ്റുക എന്ന് പറയുന്ന CPI-യുടെ ചിഹ്നം, CPM-നും CPI-ക്കും പാർട്ടി ചിഹ്നം ഒന്നാണല്ലോ. ഇലക്ഷൻ ചിഹ്നം മാത്രമേ ഉള്ള അരിവാൾ നിൽക്കരുത്. ഞങ്ങളെ പോലുള്ള സാധാരണ പ്രവർത്തകർ, ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, മന്ത്രിസ്ഥാനം ഒന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണം. ശിവൻകുട്ടി മന്ത്രിക്ക് ഈ തവണ കൂടിയുള്ള അവസരം, പൈസ മാക്സിമം കിട്ടാവുന്നിടത്തുനിന്ന് മേടിച്ച് എങ്ങനെയെങ്കിലും തടി തപ്പി കാശുണ്ടാക്കാനുള്ള തന്ത്രമാണെന്ന് ജനങ്ങൾ പറയും. നാളെ ഇടതുപക്ഷം കേരളത്തിൽ ഇറങ്ങുമ്പോൾ ഈ ഇടതുപക്ഷം അവസാനിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വിദേശത്ത് പൊയ്ക്കൊള്ളണം, പാകിസ്ഥാനിൽ പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞ് പണം തരാൻ നിങ്ങൾ അത് പറയണമെന്ന് പറഞ്ഞ CPM നാളെ പറയുമോ? പൗരത്വ ബിൽ കൊണ്ടുവരണമെന്ന് നടപ്പാക്കണം, ഞങ്ങൾ പണം തരാമെന്ന് പറഞ്ഞാൽ ഈ ഗിമ്മിക്കൊക്കെ പിണറായിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഗോവിന്ദൻ മാഷും ഒക്കെ പറയാൻ തയ്യാറാവോ? ഇവരുടെ ആശയം ആമാശയമായി മാറുമോ? ആർജവത്തോടെ ഞങ്ങൾ പറയുകയാണ്, ഈ പ്രസ്ഥാനം നശിക്കാതിരിക്കണമെങ്കിൽ കേരള സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷെ, നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ബില്ലിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഈ വിദ്യാഭ്യാസ ബില്ലിൽ നിന്നും നിങ്ങൾ പിന്മാറണം. ആശയത്തിനായി നമ്മൾ CPI-യും CPM-ഉം ഒന്നിച്ചു നിൽക്കണം. അല്ലെങ്കിൽ ബംഗാൾ പോലെ നിങ്ങൾ ശവക്കുഴി തോണ്ടും എന്ന് താഴെത്തട്ടിലെ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നു. എനിക്ക് മറ്റൊന്നും പറയാനില്ല. ശരി, താങ്കളൊരു സാധാരണ CPI പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം താഴെത്തട്ടിൽ പോത്തിയത് അദ്ദേഹത്തിന്റെ വികാരം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അതിനകത്ത്